മധ്യ തിരുവിതാംകൂറിന്റെ കലാ, സാഹിത്യ, സാംസ്കാരിക, വിദ്യാഭ്യാസ, രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്ന പ്രൊഫസർ കോഴിശ്ശേരി ബാലരാമന്റെ ചരമവാർഷികാചരണം സംഘടിപ്പിച്ചു. ഓണാട്ടുകരയുടെ രക്തത്തിൽ അലിഞ്ഞുചേർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു പ്രൊഫസർ കോഴിശ്ശേരി ബാലരാമനെന്ന് മുല്ലക്കര രത്നാകരൻ പറഞ്ഞു. ചരമവാർഷികത്തിനോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ സാഹിത്യ പുരസ്കാരം സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രദീപ് കോഴിശ്ശേരി യുവപ്രതിഭ പുരസ്കാരം ശാരദാ പ്രതാപ് ഏറ്റുവാങ്ങി. കമ്മ്യൂണിസ്റ്റ് നേതാവും നാടക പ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനും അധ്യാപകനുമായിരുന്ന പ്രൊഫസർ കോഴിശ്ശേരി ബാലരാമന്റെ 20ാം ചരമവാർഷിക ദിനാചരണം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ഓണാട്ടുകരയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു കോഴിശ്ശേരി ബാലരാമനെന്ന് മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ പറഞ്ഞു. കോഴിശ്ശേരി സ്മാരക സാഹിത്യ പുരസ്കാരം സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാലരാമൻ സാറിനെ പോലുള്ളവർ ശ്രദ്ധിക്കുകയും ഒട്ടൊക്കെ അത്തരം കാര്യങ്ങളിൽ നിന്ന് ഈ രാജ്യം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ചിലതുകൊണ്ട് എതിർത്ത് തോൽപ്പിക്കാൻ പറ്റാതെ വളർന്നു വന്ന അതൊരു ഭരണ സാരഥ്യത്തിലേക്ക് ഉയർന്ന് ഇന്ന് അവർ അവരുടെ ഒരു പ്രത്യേക അടയാളപ്പെടുത്തൽ രാജ്യത്ത് നടത്തിയ ദിവസം. നമ്മുടെ രാജ്യം ലോകത്തിൻ്റെ മുമ്പിൽ ഒരുപാട് തരത്തിലുള്ള പ്രത്യേകതകളും കയറ്റിറക്കങ്ങളും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു രാജ്യമാണ്. ഇന്ത്യ എന്ന പേര് തന്നെ വേണമോ, വേറെ പേരുകളല്ലേ വേണ്ടത് എന്ന തർക്കം ഭരണഘടന എഴുതുമ്പോഴുണ്ടായിരുന്നു. ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും അവർക്ക് എഴുതുന്ന ആ പ്രക്രിയ നടക്കുന്ന സമയത്ത് നേതൃത്വം കൊടുത്തത് ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ നിർബന്ധം കൊണ്ടാണ് ഇന്ത്യ എന്ന പേര് സ്വീകരിക്കപ്പെട്ടത്. ഇത് ഹിന്ദുസ്ഥാനായാൽ പോരെ പാകിസ്ഥാൻ ഉണ്ടായ സ്ഥിതിക്ക് എന്ന ചിന്ത ഉണ്ടായിരുന്നു, തർക്കമുണ്ടായിരുന്നു. പക്ഷെ നെഹ്റു പറഞ്ഞു, അങ്ങനെയല്ല വേണ്ടത്. വിട്ടുപോയവർ എന്ന് വെച്ച് ബാക്കി നിൽക്കുന്നവർ ആ മൊത്തം രാജ്യത്തിൻ്റെയും ആശയങ്ങൾ ആർക്കും കൊടുക്കാതെ, വിട്ടുകൊടുക്കാതെ കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ആ ബാധ്യത ഏറ്റെടുത്ത് വേണം ഈ രാജ്യത്തിൻ്റെ പേരിടൽ കർമ്മം നിർവഹിക്കാൻ. ആലങ്കോട് ലീലാകൃഷ്ണനാണ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ചടങ്ങിൽ അധ്യക്ഷനായി. കലാ, സാംസ്കാരിക, സാഹിത്യ, രാഷ്ട്രീയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രൊഫസർ കോഴിശ്ശേരി ബാലരാമൻ വലിയ ശിഷ്യസമ്പത്തിന്റെ ഉടമ കൂടിയായിരുന്നുവെന്ന് MLA പറഞ്ഞു. അദ്ദേഹം എത്രത്തോളം വലിയ സംഭാവനകളാണ് നമ്മളുടെ സമൂഹത്തിന് നൽകിയെന്നിപ്പം പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുടെ ഈ എഴുത്തിലൂടെ നമ്മൾക്ക് ആ ഓർമ്മക്കുറിപ്പുകളിലൂടെ പോകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പുണ്യമാണ് അദ്ദേഹത്തോടൊപ്പമുള്ള ജീവിതം, ഒരു പുണ്യമായിരുന്നു എന്ന് പറയാൻ കഴിയുമെങ്കിലും അത് എഴുതി വെക്കാൻ എല്ലാവർക്കും കഴിയാറില്ല. ആ ഓർമ്മകളിലൂടെ അദ്ദേഹത്തിൻ്റെ കവിതകൾ സൃഷ്ടിച്ച് പ്രകാശനം ചെയ്ത് ബുക്ക് രൂപത്തിൽ നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടുമൊക്കെ ബാലരാമൻ സാർ ഇന്നും നമ്മളോടൊപ്പം ഉണ്ട് എന്ന് നമ്മളെയൊക്കെ തോന്നിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനം. അതൊരു വൈഫിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു വലിയൊരു കാര്യമാണ്. എല്ലാവർക്കും വളരെ സ്ട്രെയിനാണ് അല്ലേ, മോൾ എഴുതുന്നതുകൊണ്ട് അറിയാം, വളരെ സ്ട്രെയിനാണ് എഴുത്തെന്ന് പറഞ്ഞാൽ. എഴുതുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അത് ഒരു മനുഷ്യൻ്റെ ആ ശരിയായ അവസ്ഥയിൽ നിന്ന് മാറി നിന്നിട്ട് ഒറ്റപ്പെട്ട് നിന്നിട്ടാണ് പലരും എഴുതുന്നത്. എഴുതി കഴിയുമ്പോൾ ചിലർക്കൊരു പുതിയ ജീവിതം പോലെയാണ്. വളരെ പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ. ഞങ്ങൾക്ക് എപ്പോഴും വികസനത്തിന് ഒരു മിനിറ്റ് റെസ്റ്റില്ല, വികസനങ്ങൾക്ക് മാത്രമേ സമയം ഉണ്ടായിരുന്നുള്ളൂ 5 വർഷക്കാലം. അത് എൻ്റെ കൂടെ ഇരുന്ന് ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾ രാവിലെ ബസ്സിനൊക്കെ പോകുമ്പം നിറയെ ട്രോളും കാണും. ഞങ്ങളെയൊക്കെ കണ്ട ഉടനെ ഇപ്പോൾ ഈ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ആൾ നന്നായി ഞങ്ങളെ ട്രോളും. രാവിലെ തൊട്ടേ നിയമസഭയ്ക്കകത്തും ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം എന്നെ ആശയമായിരുന്നു. ഞങ്ങളായിരുന്നു മെയിൻ ഇരകൾ. ഞങ്ങൾ അടുത്ത് ചെന്നാൽ ഞങ്ങളെ ട്രോളുമായിരുന്നു. അതൊരു നല്ല കാലം. അത് ഈ ഒരു സഭയിൽ ഞങ്ങൾക്കത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്തുകൊണ്ടോ കുറച്ചുകൂടി യാന്ത്രികമായി പോകുന്നു. ഓരോ കാലം കഴിയും തോറും യാന്ത്രികത വരും അല്ലേ, നമ്മളുടെ ഇടയിൽ അറിഞ്ഞും അറിയാതെ വരികയാണ് യാന്ത്രിക. എനിക്കൊന്ന് ടെക്നോളജി ഡെവലപ്പ് ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും മനുഷ്യത്വം കുറേ പോകും.
അഡ്വക്കേറ്റ് എ ഷാജഹാൻ പുരസ്കാര പരിചയം നിർവഹിച്ചു. പ്രദീപ് കോഴിശ്ശേരി യുവപ്രതിഭാ പുരസ്കാരം ശാരദാ പ്രതാപ് ഏറ്റുവാങ്ങി. എൻ സുകുമാരപിള്ള, എൻ രവി, കെ ജി സന്തോഷ്, അഡ്വക്കേറ്റ് എ എസ് സുനിൽ, എൻ ശ്രീകുമാർ, കുമ്പളത്ത് മധുകുമാർ, എം ഡി രമാദേവി അമ്മ, ഡോക്ടർ കെ ബി പ്രമോദ് കുമാർ എന്നിവർ സംസാരിച്ചു. 15,001 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പ്രൊഫസർ കോഴിശ്ശേരി ബാലരാമൻ സാഹിത്യ പുരസ്കാരം. 5,001 രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ് പ്രദീപ് കോഴിശ്ശേരി യുവപ്രതിഭാ പുരസ്കാരം. CDNet ന്യൂസ് കായംകുളം.